ഹലോ ഗൈസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നേരത്തെ കാലത്ത് തന്നെ ഒരുങ്ങി ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ താത്താൻ്റെ മോക്കുണ്ട് കല്യാണം, അപ്പോൾ ഓളും അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ നേരം വെക്കലുണ്ട്. ഇപ്രാവശ്യം എന്തിയാവോ കുറച്ച് നേരത്തെ തന്നെ വെക്കണം. ഞങ്ങൾ അഭിപ്രായങ്ങൾ കണ്ടിട്ട് ആ ചെറുക്കനെ നോക്കുക. ഓനെ കുറേ വെറുപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോക്കും ഞങ്ങൾക്ക് എത്താളെടുത്തെത്തിയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോക്കും നിൽക്കാതായിന്. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കിയെന്ന്. പിന്നെ പുയ്യണ്ണിനെ കാണണമല്ലോ. ഓളെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് നിന്നപ്പോഴേക്കും നമുക്ക് ഫുഡിനുള്ള നേരമൊക്കെ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മൾ പോയി. സാധാരണ നേരം വൈകിട്ട് നമ്മൾ വരുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആ ഫുഡ് കിട്ടില്ലേ. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ അത് കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി പുതിയനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ടെൻഷൻ ഉണ്ട് ചോദിച്ചു. അപ്പോൾ പറയാം ഓളെ പേടിയാവലൊക്കെ കേട്ട് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മളങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടോ. അപ്പോഴേക്കും ഓളെ എൻട്രിക്കുള്ള ടൈമായി. എൻട്രിക്ക് നമ്മളെ വിളിച്ചു, പക്ഷെ എണീക്കാനുള്ള മടി കൊണ്ട് നമ്മൾ പോയില്ല. അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ കയറ്റിട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കെട്ടാനൊക്കെ ഒരു പൂതി വന്ന്. പിന്നെ അങ്ങനെ ഓലെ മാലയിടലൊക്കെ കണ്ട് നമ്മളങ്ങനെ ഇരുന്നു. ഇരിക്കല്ലാതെ വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് ഓല അവിടെ ഇരുന്നു കേട്ടോ. ഓല നോക്കി ഞങ്ങൾ ഇവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ ഓളോട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞ ഓളെ വിളിച്ചത്. ഓളോട് അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളങ്ങനെ പുറത്തിറങ്ങിട്ടോ. നമ്മൾ വണ്ടിക്ക് നിൽക്കണം. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിൽക്കുമ്പോഴാണ് നമ്മളെ നോക്കാനായിട്ട് എവിടെ ആയാലും ഉണ്ടാവുമല്ലോ 2-3 അതിലുള്ള 2-3 ടേക്കാണേ. പിന്നെ അങ്ങനെ വീഡിയോ യൂട്യൂബിൽ ഇടാനാണെന്നപ്പോൾ ഇവക്ക് എൻ്റെ ഒപ്പം ഒരു വീഡിയോ എടുക്കാൻ പോയി. അപ്പം പിന്നെ ഓളൊപ്പം വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളെ വേറെ ഫ്രണ്ടുണ്ട്, ഓളുടെ വീട്ടിലാട്ടോ പോയത്. അതും സർപ്രൈസായിട്ട് ബേബീനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളമൊക്കെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ച് നിന്നപ്പോക്കും നമുക്ക് ലേറ്റായിട്ടോ പോകാൻ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഇവിടെ വലിയ മീനുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ കണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങ് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഗൈസ്.